പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബോൺലെസ് ചിക്കൻ ബിരിയാണിയാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ 1 കിലോ ബിരിയാണി റൈസാണ്. 1 കിലോ ബോൺലെസ് ചിക്കൻ. റൈസ് നല്ലപോലെ കഴുകി ക്ലീനാക്കി എടുക്കുക. ചിക്കനും വൃത്തിയാക്കി വയ്ക്കുക. അതിനുശേഷം റൈസിന് ആവശ്യമുള്ള 2 കഷ്ണം കറുകപ്പട്ട, 4 ഗ്രാമ്പു, 4 ഏലക്ക ഇവ ചതച്ചെടുക്കുക. റൈസ് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് ചതച്ച സ്പൈസസ് എല്ലാം ഇട്ട് അടച്ച് തിളയ്ക്കാൻ വയ്ക്കുക. തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് 6 സവാള മീഡിയം സൈസ് എടുത്ത് വൃത്തിയാക്കി അതിലൊരു 2 എണ്ണം കനം കുറച്ചരിഞ്ഞും ബാക്കിയുള്ളവ വഴറ്റാൻ ആവശ്യത്തിനും അരിഞ്ഞു വയ്ക്കുക. 1 തക്കാളിയും അരിഞ്ഞു വയ്ക്കുക. വെള്ളം തിളച്ചു. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒരു 2 സ്പൂൺ കല്ലുപ്പ്, പൊടിയുപ്പോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കുക. 1/2 സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർക്കുന്നത് അരി ഒട്ടിപ്പിടിക്കാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് റൈസിന് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 വേവാകുമ്പോൾ റൈസ് നമ്മൾ വാർത്തെടുക്കുക. വാർത്തോ കോരിയോ എടുക്കുക. ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട് ഏലക്കായ, ഗ്രാമ്പു, തക്കോലം, കറുകപ്പട്ട, ജാതിപത്രി ഇത്രയും സാധനങ്ങളാണ്. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. കോക്കനട്ട് ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് സ്പൈസസ് എല്ലാം ഇട്ട് ഒന്ന് വറുത്ത് കോരാം. വറുത്ത് കോരിയതിന് ശേഷം ബാക്കി ആ ഓയിലിലേക്ക് വറുത്തെടുക്കാനുള്ള സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇടുക. അത് വഴറ്റി അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ചൊരു 6-7 അല്ലി വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ച് വയ്ക്കണം. സവാള നല്ലപോലെ ബ്രൗൺ നിറമാകുമ്പോൾ കോരിയെടുക്കുക. ആ ഓയിലിലേക്ക് തന്നെ 1.5 സ്പൂൺ കടുകിട്ട് അത് പൊട്ടി തുടങ്ങുമ്പോൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. അതോടൊപ്പം തന്നെ വഴറ്റാനുള്ള സവാളയും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. പകുതി വഴന്ന് കഴിയുമ്പോഴേക്കും അതിലേക്ക് തക്കാളി, 2 പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നല്ലപോലെ വഴറ്റുക. നല്ലപോലെ വഴന്ന ശേഷം നമ്മൾ മസാലകൾ 2.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 4 സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ ബിരിയാണി മസാലപ്പൊടി ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റുക. മസാല നല്ലപോലെ വഴന്നു കഴിഞ്ഞ് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുക. ഗ്രേവി ഒന്ന് കുറുകി വരുമ്പോൾ
ചിക്കൻ പീസുകൾ ഇട്ട് ഇളക്കി പാകത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ഫ്രഷായിട്ടുള്ള കുറച്ച് പുതിന അരിഞ്ഞു വയ്ക്കുക. അത് ചിക്കൻ പാകമായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രേവിയോടുകൂടി തന്നെ റൈസ് ഒരു ലെയർ ഇട്ട് കൊടുക്കുക. പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വറുത്ത് വെച്ചിരിക്കുന്ന സവാള, പുതിന ലീവ്സ്, സ്പൈസസ് വിതറി കൊടുക്കുക. കുറച്ച് നെയ്യും മുകളിലിട്ട് കൊടുക്കുക. മസാല പൗഡർ 1 സ്പൂൺ അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക. അതിനുശേഷം അടുത്ത ബാലൻസ് വരുന്ന റൈസും കൂടെ അതിൻ്റെ മുകളിൽ വിതറി പാക്ക് ചെയ്ത് ബാക്കിയുള്ള സവാള വറുത്തതും സ്പൈസസും പുതിനയും കൂടെ അതിൻ്റെ മുകളിലിട്ട് മസാല 1 സ്പൂൺ അതിൻ്റെ ഏറ്റവും ടോപ്പിലും ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിച്ചു കൊടുത്ത് സ്പൂണും കൊണ്ട് പലയിടത്തായിട്ട് ഒന്ന് കുത്തി ഇടണം. താഴെ നിന്നുള്ള അതിൻ്റെ ഫ്ലേവർ മുകളിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അടച്ച് ലോ ഫ്ലെയിമിൽ ആക്കി എടുക്കുക. മുകളിൽ അതിൻ്റെ ഫ്ലേവർ പുറത്തേക്ക് പോകാണ്ട് മുകളിൽ വെയിറ്റ് വെച്ച് ടൈറ്റാക്കി വെക്കേണ്ടതാണ്. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.